എറണാകുളം കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവ് അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനരോഷം ശക്തം. എൽദോസ് വർഗീസിന്റെ മരണത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിച്ചു. വന്യമൃഗശല്യത്തിന് ശാശ്വതമായി പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോതമംഗലം DFO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. കാട്ടാന ശല്യം തടയാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് എൽദോസിന്റെ കുടുംബവും നാട്ടുകാരും പറയുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കോതമംഗലത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. DFO ഓഫീസ് മാർച്ച്, ഒപ്പം കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ. അങ്ങനെ ജനരോഷം ഇരമ്പുകയായിരുന്നുവല്ലോ ശ്രീകാന്ത്. വലിയ ജനരോഷമാണ് കോതമംഗലത്ത് കണ്ടത്. DFO ഓഫീസിലേക്കായിരുന്നു അവിടെ ജനങ്ങളുടെ പ്രതിഷേധ മാർച്ച്. കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താലായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ജനങ്ങൾ തന്നെ സംഘടിച്ചെത്തി പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച നമ്മൾ കോതമംഗലത്ത് കണ്ടു. ഇന്നലെ രാത്രിയാണ് കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. തൊട്ടുപിന്നാലെ ആരംഭിച്ച പ്രതിഷേധമാണ്. ജില്ലാ കളക്ടർ തന്നെ അവിടെ അർദ്ധരാത്രിയിലെത്തി ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. പക്ഷേ ഇന്നും നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടു. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വലിയ പ്രതിഷേധത്തിനാണല്ലോ കോതമംഗലവും കുട്ടമ്പുഴയും ഒക്കെ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശ്രീകാന്ത്, തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം കോതമംഗലത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. അതിനവരെ കുറ്റം പറയാനും കഴിയില്ല. ഇന്നലെ രാത്രി മുതൽ നമ്മൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഈ കുട്ടമ്പുഴയിൽ ക്ണാച്ചേരി എന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളുടെ വിഷമം, അവിടുത്തെ ആളുകളുടെ നിരാശ, അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആളില്ലാത്തതിൻ്റെ അവസ്ഥ, ഒറ്റപ്പെടൽ, അതെല്ലാം തന്നെ ഇന്നലെ ആ ഒരു രാത്രി നമ്മൾ കണ്ടതാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ അനാഥനായി, ജീവച്ഛവമായി, കൈകാലുകൾ ചതഞ്ഞരഞ്ഞപ്പെട്ട് ആന എടുത്ത് തറയിലേക്ക് എറിഞ്ഞ് ആ രീതിയിൽ ആ റോഡ് വശത്ത് റോഡരികിൽ കിടക്കുമ്പോൾ അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് ജില്ലാ ഭരണകൂടം നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടു. ജില്ലാ കളക്ടർ ആ സ്ഥലത്തെത്തി ചർച്ച നടത്തി താണ് കേണപേക്ഷിച്ചു ഈ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ അനുവദിക്കണം എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ മൃതദേഹം വിട്ടു നൽകുകയുണ്ടായി. അതേസമയം തന്നെ വീട്ടിൽ ഉച്ചയ്ക്ക് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ശേഷം 3 മണിയോടെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെയും പ്രാർത്ഥനകൾ നടന്നു. വൈകിട്ട് 3:30 മൃതദേഹം സംസ്കരിക്കുകയുണ്ടായത്. അതേസമയം ഇന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലും കോതമംഗലത്തും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. കുട്ടമ്പുഴയിൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു ഹർത്താൽ. കോതമംഗലത്ത് ഭാഗികമായ ഹർത്താൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ വൈകുന്നേരത്ത് സ്ഥിതി മാറി. എല്ലാ തരത്തിലുള്ള വിവിധ തുറകളിൽ ഉള്ള ആളുകൾ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള ആളുകൾ, പുരോഹിതന്മാർ എല്ലാവരും അണിനിരന്ന ഏതാണ്ട് 1000-1500 വരുന്ന ആളുകൾ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതായത് തങ്ങൾക്ക് ഇന്നലെ വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൽദോസ് എന്ന വ്യക്തി ഇന്നില്ല, അതിന് കാരണക്കാർ വനം വകുപ്പ് കൂടിയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പോയത്. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇവയാണ്: അവിടെ ട്രഞ്ച് സ്ഥാപിക്കണം, ഹാങ്ങിങ് ഫെൻസിങ് വേണം തുടങ്ങി അവരുടെ ഭാഗത്തു നിന്നും 7-8 ഇനങ്ങളിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം അംഗീകരിക്കുകയും ചെയ്തതാണ്. 27-ാം തീയതി അവലോകന യോഗം നടക്കുന്നുണ്ട്. ആ അവലോകന യോഗത്തിൽ അവർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെയൊക്കെ തന്നെ അപേക്ഷയുടെ, അഭ്യർത്ഥനയുടെ ഭാഷയായിരുന്നു അവർക്കുണ്ടായിരുന്നതെങ്കിൽ ഇന്നത് മുന്നറിയിപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പമുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള അവകാശം ഞങ്ങൾ ഏത് വിധേനയും. ശ്രീകാന്ത്, വലിയ പ്രതിഷേധമാണ് നമ്മൾ കോതമംഗലത്തെ കണ്ടത്. ഒപ്പം കളക്ടർ എത്തി ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു അവിടെ. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചില നടപടികൾ തുടങ്ങുമെന്നാണല്ലോ അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ട്രെഞ്ച് കുഴിക്കുന്നടക്കമുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെ ശ്രീകാന്ത്? അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ക്ണാഞ്ചേരി ഭാഗത്തേക്ക് അവിടെ 1.5 കിലോമീറ്റർ 65 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് പോകുന്ന റോഡുണ്ട്. അതൊരു 1.5 കിലോമീറ്റർ ഉണ്ട്. അത് ആനത്താരയാണ്. ആ റോഡിലൂടെ 6 മണിക്ക് ശേഷം ഓട്ടോ വിളിച്ചാൽ പോലും ആരും പോകില്ല. അത്രയധികം ഭയപ്പാടാണ് അതിലേ പോകാൻ. അവിടെ ട്രെഞ്ച് കുഴിക്കണമെന്നുള്ള ആവശ്യമാണ് ഒന്നാമത്തേത് വന്നത്. അതിനിന്ന് JCB കൊണ്ടുവന്ന് അതിനുള്ള നിലമുരക്കൽ
ഇതിനോടകം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഏറെ മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് വേണ്ടത് ഒരൊറ്റ പോസ്റ്റിൽ പോലും ദൈവം സഹായിച്ച് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അവിടെ കാണാൻ സാധിക്കില്ല. ഈ 1.5 കിലോമീറ്റർ ആ സ്ട്രീറ്റ് ലൈറ്റ് ഇടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുട്ടത്ത് മറഞ്ഞു നിന്ന ആനയെ എൽദോസിനെ കാണാമായിരുന്നു, ഓടി രക്ഷപ്പെടാമായിരുന്നു. അതുപോലും ഇല്ലായിരുന്നു. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിനുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹാങ്ങിങ് ഫെൻസിങ്ങിന്റെ കാര്യമൊക്കെ വനം വകുപ്പും സംസ്ഥാന സർക്കാരും എടുക്കേണ്ട തീരുമാനമാണ്. അതിനുള്ള നടപടികൾക്ക് കുറച്ചുകൂടി സമയമെടുക്കും. 27-ന് ഒരു പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടതിനൊന്നും പകരമാകില്ല ആ കുടുംബത്തിന് നൽകിയ തുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും. ഇനിയെങ്കിലും ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആശ്വസിക്കാൻ മാത്രമേ കഴിയൂ. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വനം വകുപ്പിനെതിരെയാണ് അവിടെ ജനരോഷം ഉയരുന്നത്. വനം വകുപ്പിനെതിരെ പരാതികൾ പറയുന്നുണ്ട് നാട്ടുകാർ. പ്രതികരണത്തിലേക്കാണ് ഇനി.